ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, കുറേ കമൻസൊക്കെ കിട്ടിയിട്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു കമൻ്റ് ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 1000 കമൻറ്റിന് തുല്യമാണ് നമുക്കൊരു കമൻറ്റ് കിട്ടുക എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തേക്കുള്ള ഒരു മെഴുക്ക് വരട്ടി അരിയുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ഞാൻ. അപ്പോൾ നമ്മൾ മിക്സഡായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച്, മിക്സഡായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കായും വെച്ചുകൊണ്ട് ഒരു മെഴുക്കുവരട്ടിയും, കുഞ്ഞിന് മാത്രം പാവയ്ക്ക മെഴുക്കുവരട്ടിയും വെക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അരിഞ്ഞോളാം, അമ്മ കുഞ്ഞിനെ കുറച്ച് നേരം പിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും കൂടി സിറ്റൗട്ടിരിക്കും കേട്ടോ. അപ്പം നല്ല ഒരു കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് കുഞ്ഞിനൊരു സുഖം കേട്ടോ. കുഞ്ഞിനെ ആണെങ്കിലും അവളെ ആണെങ്കിലും കുറേ നാൾ നമ്മളകത്ത് തന്നെ ആയിരുന്നു, വെള്ളോട്ടങ്ങനെ ഇറക്കാറില്ല. അതുകൊണ്ട് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ വെളിയിരിക്കുന്നത്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ വെച്ച് കേട്ടോ ഞാൻ മെഴുക്ക് വരട്ടി റെഡിയാക്കുന്നത്. വെണ്ടക്കായും ഉണ്ട്, ബീട്രൂട്ടും ഉണ്ട്, സവോള ഇടുന്നുണ്ട് കേട്ടോ. സവോളയും ഉരുളക്കിഴങ്ങും വെച്ചുകൊണ്ട് ഒരു മെഴുക്കുവരട്ടി, പിന്നെ പാവയ്ക്കയുടെ മെഴുക്കുവരട്ടി. അങ്ങനെ അരി തിളച്ചു നോക്കാൻ അമ്മ പറഞ്ഞപ്പോൾ അരി എടുത്ത് നോക്കിയത് കേട്ടോ. അപ്പം അരി വെന്തിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങോട്ട് ഞാൻ തിരിച്ചങ്ങിട്ടു. നമ്മുടെ റേഷനരി കേട്ടോ. ആ റേഷനരി ആണെങ്കിലും നല്ല രുചിയുള്ള അരിയാണ്, നല്ല ടേസ്റ്റുള്ള അരിയാണ് കേട്ടോ ഈ പ്രാവശ്യം കിട്ടിയത്. പിന്നീട് സാമ്പാറായിരുന്നു. സാമ്പാർ എല്ലാം നോക്കി എല്ലാം തിളച്ച് റെഡി ആയിട്ടുണ്ട് സാമ്പാർ. അപ്പം സാമ്പാറും നമുക്ക് പണ്ടോട്ടേ സാമ്പാർ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെയുണ്ട് ഈ ഒരു രീതി വരും. നമ്മുടെ മെഴുക്ക് പുരട്ടി ഒന്ന് ഇളക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതി വരും. അപ്പോൾ അധികം മുളകൊന്നും ചേർക്കത്തില്ല, ഒരു ഇച്ചിരി മുളക് അതിൻ്റെ കൂടെ പച്ചമുളക് ചേർത്ത് ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാത്തിനും ഉപ്പ് പിടിക്കണം. കാരണം ബീട്രൂട്ടിനൊക്കെ ഉപ്പ് പിടിക്കാൻ ഇച്ചിരി പാടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം റെഡിയായി. നമ്മുടെ മെഴുക്ക് വരട്ടിയും മീൻകറിയും, മീൻ വറുത്തതും പാവയ്ക്കയും, നമ്മുടെ മെഴുക്ക് വരട്ടിയും. മീൻകറി ഇന്നലെ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ടത്തേക്കുള്ള സ്നാക്സ് ശ്രീനുവിന് കേക്ക്, എനിക്കും ബിസ്ക്കറ്റ് ശ്രീനുവിനും കേട്ടോ. പിന്നെ ശ്രീനുവിൻ്റെ ചായയാണിത്. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സും ഒക്കെ റെഡിയായി. ഞങ്ങൾ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ രാത്രിയിലത്തെ പരിപാടിയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൂടെയൊക്കെ നമുക്ക് ഓടി നടന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം കുഞ്ഞുങ്ങളുടെ പുറകിനും കൂടെ ഓടുന്നത് കൊണ്ട് കൃത്യമായി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന വീഡിയോ എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ഒക്കെയാണ്. പിന്നെ ശ്രീനു ആണെങ്കിൽ വൈകുന്നേരം കളിക്കും കേട്ടോ. അവിടെ പച്ചക്കറിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് കളിക്കുന്നത്. പിന്നെ അവളുടെ കളിപ്പാട്ടം, അടപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ കളിപ്പാട്ടങ്ങൾ. എത്ര പുതിയ കളിപ്പാട്ടം മേടിച്ചു കൊടുത്താലും വീട്ടിൽ ഇതുപോലുള്ള സാധനങ്ങൾ എടുത്ത് കളിക്കുന്ന അവളുടെ ഒരു ശീലമാണ്. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ സ്വഭാവങ്ങൾ കാണുമല്ലോ, അവരുടേതായ ഓരോ സ്വഭാവങ്ങൾ കാണുമല്ലോ, അതുപോലെ ഒരെണ്ണമായിരിക്കും ഇവളുടേത്. അപ്പോൾ അവൾ നല്ല ഇതായിട്ട് കളിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണാം.